നമസ്കാരം. ഇന്ന് ഒളിമറയില്ലാതെ നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തെ പറ്റിയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ നമ്മുടെ കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനായി അവരുടെ സ്കൂളുകളിൽ ഒരു സൂംബ ഡാൻസ് എന്ന ഒരു പ്രക്രിയ, അത് നമുക്ക് അത്യധികമൊന്നും വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ അത് മാനസിക ഉല്ലാസത്തിനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുമൊക്കെ വളരെ ഉത്തമമാണ് എന്ന് ലോകവ്യാപകമായി തെളിയിക്കപ്പെട്ട ഒരു നൃത്ത രീതി തന്നെയാണ്. പക്ഷേ അതിനെതിരെ വലിയ തോതിൽ വാളെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഒരു വിഭാഗത്തിലെ ചില മത നേതാക്കൾ. അത് എന്തുകൊണ്ടാണ് ഈ സൂംബ ഡാൻസ് ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചില ആളുകളെ ഇങ്ങനെ വലിയ തോതിൽ അതിനെതിരാക്കി മാറ്റുന്നത്? ആ സൂംബ ഡാൻസിലെ സംഗീതമാണോ, അല്ലെങ്കിൽ ആ സൂംബ ഡാൻസിലെ ആ ഒരു വസ്ത്രധാരണ രീതിയാണോ, അല്ലെങ്കിൽ അതിലെ ഡാൻസ് എന്ന ഒരു കൺസെപ്റ്റാണോ? എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണത്. എന്തായാലും സ്കൂളുകളിൽ കായിക പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ സൂംബ ഡാൻസ് എന്നത് ഒരു നിർബന്ധിതമായി ചെയ്യണം. അല്ലെങ്കിൽ നിർബന്ധിതം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യണം, ഇഷ്ടമില്ലാത്ത ആളുകൾ പങ്കെടുക്കണമെന്ന് ഒരിക്കലും ആ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ ഇതിനെതിരായി ആദ്യമായി രംഗത്ത് വന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TK അഷ്റഫാണ്. ആണും പെണ്ണും വസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂംബ. ഇതിനോട് യോജിക്കാനാവില്ല എന്നാണ് TK അഷ്റഫിൻ്റെ കണ്ടുപിടുത്തം. സ്വാഭാവികമായും ഇത് മുസ്ലിം രാജ്യങ്ങൾ ആയിട്ടുള്ള, അത് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സൂംബ ഡാൻസിന് വലിയ പ്രചാരമുണ്ട് എന്ന് ഈ TK അഷ്റഫ് എന്ന് മനസ്സിലാക്കും എന്നതാണ് സ്വാഭാവികമായി നമുക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഈ TK അഷ്റഫിൻ്റെ വാദഗതികളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ വിമർശിക്കപ്പെടാൻ സത്യത്തിൽ ഈ സൂംബ ഡാൻസിന് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ സൂംബ ഡാൻസ് എന്നത് ഒരു വ്യായാമ മുറയാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ. അതിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി മാത്രമാണ് ചില മതമൗലിക പണ്ഡിതന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സങ്കടപൂർവ്വം പറയേണ്ടതുണ്ട്. സാക്ഷര കേരളം എന്ന വിശേഷണത്തെ ലജ്ജയോടെ നമുക്ക് നോക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളും വാദഗതികളും ഒക്കെ ഉയരുമ്പോഴാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ ശരീരാരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവന്നപ്പോൾ അത് ഭാവി സമൂഹത്തെ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകും എന്നത് കാണാതെ അതിലും മതവും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവും തിരയുന്നവർ പേടിക്കുന്നത് യഥാർത്ഥത്തിൽ സൂംബയെ തന്നെയാണോ എന്നാണ് നമുക്ക് ഒളിമറയില്ലാതെ ചോദിക്കേണ്ടത്. സൂംബ പരിശീലനത്തെ ആഭാസം എന്ന് പോലും വിശേഷിപ്പിക്കാൻ മടി കാണിക്കാത്ത മത നേതാക്കളോട് ഇതൊരു കായിക വിനോദമാണെന്നും അതിൽ വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ ടേപ്പുമായി വരേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ജനകീയ കായിക ഇനമായിട്ടുള്ള ടെന്നീസ്, നീന്തൽ, ഈ നീന്തൽ ഒക്കെ ഈ നീന്തലിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക, വലിയ കട്ടിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നീന്താൻ സാധിക്കുമോ? സ്വാഭാവികമായി ജീൻസും അതേപോലെയുള്ള അല്ലെങ്കിൽ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നീന്തുന്നതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ലേ സ്വിമ്മിങ് വെയറുകൾ ഇട്ടുകൊണ്ട് നീന്തുന്നത്. ഇത് ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ലോകവ്യാപകമായി തന്നെ ഇത് പ്രചാരത്തിലുള്ളതാണ്. ടെന്നീസ് ആയാലും ശരി, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ആയാലും ശരി, അല്ലെങ്കിൽ ഫുട്ബോൾ ആയാലും ശരി. ഫുട്ബോൾ കളിക്കുന്നത് നമുക്ക് പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് വനിതാ ഫുട്ബോൾ കളിക്കുന്നത്, അല്ലെങ്കിൽ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് സ്ത്രീകൾ നീന്തുന്നത് ചിന്തിക്കാൻ സാധിക്കുമോ? സ്വാഭാവികമായും ഇതിൻ്റെ പിന്നിൽ എന്താണ്? ആത്മപരിശോധനയാണ് ഇത്തരത്തിലുള്ള മത നേതാക്കൾ നടത്തേണ്ടത്. ഇതൊരു കായിക വിനോദമാണ്. ആ കായിക വിനോദത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണ രീതി സ്വാഭാവികമായും ലോകം മുഴുവനും ഒരു ഡ്രസ് കോഡ് അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിലെ മത നേതാക്കൾക്ക് ഇത്ര പ്രശ്നം എന്താണെന്നാണ് നമുക്ക് ഒളിമറയില്ലാതെ ചോദിക്കാനുള്ളത്. മ്യൂസിക് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം മുസ്ലിം ജനവിഭാഗമുണ്ട്. അവരെ കൂടി സർക്കാർ കേൾക്കണമെന്നാണ് മറ്റൊരു മത നേതാവിൻ്റെ ന്യായീകരണമായി വന്നിട്ടുള്ളത്. എന്തായാലും സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്ന നല്ല മാറ്റങ്ങളെ പോസിറ്റീവായി കാണുകയും
അംഗീകരിക്കുകയും ചെയ്യുന്നതിലൂടെ അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം, കുട്ടികൾക്ക് പകർന്നു നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി, ഇതൊക്കെ തന്നെയാണ് ഈ മത നേതാക്കൾ ആദ്യം ഉയർത്തിപ്പിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത. അതിലും സങ്കുചിതമായി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ അക്ഷരാർത്ഥത്തിൽ മൗലികവാദികൾ എന്ന് തന്നെ വിളിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന സന്നിഗ്ധമായി ഒളിമറയില്ലാതെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാലും വേണ്ടുകില്ല, വസ്ത്രം ഇത്തരത്തിൽ ഒരു അയഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ റിലാക്സേഷൻ മോഡിലുള്ള വസ്ത്രങ്ങൾ, ഫിറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറയുന്ന ഇവരുടെയൊക്കെ തലയിൽ എന്ന് ബോധമുദിക്കും എന്നതാണ്. ഇത് അന്ധമായിട്ടുള്ള തിട്ടൂരമാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും ധാർമ്മികതയ്ക്ക് ക്ഷതമേൽക്കും മുമ്പ് സൂബ ഡാൻസ് വലിയ പ്രശ്നമായി ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ, ഇവരൊക്കെ പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ കേൾക്കുമെന്നത് വസ്തുതയാണ്. അത്തരത്തിൽ ഈ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത്. എല്ലാ മതങ്ങളും സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും, നാട്ടിലെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെയും ഒക്കെ വക്താക്കളായി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കായിക വിനോദത്തെ കേവലം നൃത്തത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആണും പെണ്ണും ഇടകലർന്ന് ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനാണ്? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സൂംബ ഡാൻസ് ഇത്തരത്തിൽ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായും മാനസികമായും ഉല്ലാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പെടുത്ത ധാർമ്മികമായ നല്ലൊരു തീരുമാനമാണ്. അതിൽ മതം അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു വിനീതമായ അഭ്യർത്ഥന മാത്രമാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത്.